12 വയസ്സാണ് മൂത്ത കുട്ടിക്ക്. 12 വയസ്സുള്ള കുട്ടി, ആ കുട്ടി പിന്നെ ഉണ്ടാകുന്നതിന് വിവാഹത്തിന് വേണ്ടി അദ്ദേഹം വിവാഹത്തിന് സദ്യ കൊടുക്കാൻ വേണ്ടി വാങ്ങിയ കടം വീടിയിട്ടില്ല. കുട്ടിക്ക് 12 വയസ്സായി. പിന്നെ എങ്ങനെയാണ് വീട് വെക്കാൻ ആരംഭിക്കുക? സഹോദരങ്ങൾ, എന്തിനാണത്? ഒരു 4 മണി സമയത്ത് നമുക്ക് കഴിയാവുന്ന ഒരു സംഖ്യ കൊടുത്തതാണ്. മിനിഞ്ഞാന്ന് ഞങ്ങളൊരു വിവാഹത്തിൽ പങ്കെടുത്തു. എന്തായാലും സാധാരണ ഫാൻസിയിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന 40 രൂപയുടെ വളയാണ് അയാൾ മഹർ കൊടുത്ത്. കാരണം അയാളെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അയാൾക്ക് വീടില്ല, അയാൾ വാടക വീട്ടിലാണ് താമസം, അയാൾക്ക് വിവാഹം കഴിക്കണം, യാതൊരു മാർഗവുമില്ല. ആ സമയത്ത് വിവാഹിതനാവുക എന്നുള്ളത് അത്രയും അത്യാവശ്യമായ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അയാൾക്ക് അതേ സാധ്യവും. ആ 40 രൂപ തന്നെ വേറൊരാൾ അയാൾക്ക് തൽക്കാലം കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് കട മാത്രമാണ്, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ്. വസ്ത്രമോ, അവൾ അതുവരെ എടുത്ത വസ്ത്രം, എനിക്ക് പൈസ ഉണ്ടാകും, ഞാൻ വാങ്ങിക്കൊടുക്കാന്നാണ്. എങ്കിലും കടം വാങ്ങാനോ പലിശക്കെടുക്കാനോ നമ്മളെ ആരും നിർബന്ധിച്ചു? നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. നിങ്ങൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതം സ്വർഗമായിരിക്കും. നമ്മുടെ കുട്ടികളും നമ്മൾ ഉപയോഗിക്കുന്നതിനും നമുക്ക് ചെറിയൊരു നിയന്ത്രണം വെക്കാൻ കഴിഞ്ഞാൽ അൽ ബദാദത്തു മിനൽ ഈമാൻ അലാ തസ്മഊൻ. റസൂലുള്ളാഹി നമുക്ക് കേൾക്കുന്നില്ലേ നിങ്ങൾ? അലാ തസ്മഊൻ, കേൾക്കുന്നില്ലേ നിങ്ങൾ? അൽ ബദാദത്തു മിനൽ ഈമാൻ, ലാളിത്യം ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. നബി 2 പ്രാവശ്യം പറഞ്ഞു അൽ ബദാദത്തു മിനൽ ഈമാൻ. അതേപോലെ തന്നെ ഇത് പിന്നെ ലാളിത്യം ഈമാനിന്റെ ഭാഗമാണ്. സഹോദരങ്ങളിൽ ലളിതമായി സമാധാനപൂർവ്വം ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് കഴിയും. പിന്നെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഉന്നതങ്ങളിലേക്ക് ഉയരാനും സ്വപ്നങ്ങളെ കൊണ്ട് മാത്രം കാര്യമില്ല. ഭാര്യനെയും കുട്ടികളെ അനാഥമാക്കി എവിടെയെങ്കിലും പോയി ജീവിച്ചത് കൊണ്ടായില്ല. അതിന് വളരെ വലിയ കുറുക്കുവഴി ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതുമാത്രം പരീക്ഷിക്കാൻ നമ്മൾ എന്താ തയ്യാറാവാത്തത്? നിങ്ങൾക്ക് സന്തോഷകരമായ ഭൗതിക ജീവിതത്തിന്റെ വലിയൊരു ഔന്നിത്യം തരാൻ പറ്റുന്ന കുറുക്കുവഴി അള്ളാഹു നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന ത്യാഗങ്ങളൊന്നുമില്ല. ഇന്നലെ വിവാഹം കഴിഞ്ഞ് ആ പ്രിയപ്പെട്ടവളെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാൻ അവസരമില്ലാതെ നാം വിദേശിയാകേണ്ട ആവശ്യമില്ല. നമുക്ക് അത്ര വീട്ടാനാവാത്ത കടങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശാന്തമായി ഇവിടെ ജീവിച്ചാൽ തന്നെ നടക്കും. ഞാൻ അതിനുവേണ്ടി വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ അവിടെയും ഇവിടെയും ഓടി കാലവും ജീവിതവും നഷ്ടപ്പെടുത്തുന്ന കാര്യം. 40 വയസ്സായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വിരലിലെണ്ണി. ആദ്യത്തെ വരവ് 5 വർഷം കഴിഞ്ഞ് 2 മാസം നാട്ടിൽ, പിന്നത്തെ വരവ് 3 മാസം കഴിഞ്ഞ് പിന്നെ 2 മാസം നാട്ടിൽ. അങ്ങനെ അദ്ദേഹം മൊത്തം ഗൾഫിലെ ജീവിതത്തിൽ നാട്ടിൽ വന്നത് 8 മാസം. നോക്കൂ നിങ്ങൾ, 20 കൊല്ലത്തിൽ 8 മാസം മാത്രമാണ് അയാൾക്കും ഭാര്യക്കും അയാളുടെ കുട്ടികൾക്കും ലഭിച്ചത്. എന്നിട്ട് എന്തു നേടി ഞാൻ അയാളോട് ചോദിച്ചു. നേടിയതിന്റെ കണക്ക് അയാൾ പറഞ്ഞു. അനുജന്റെ കല്യാണം മുഴുവൻ ഞാൻ നടത്തിക്കൊടുത്തു. ഇത് അനുജന്റെ കല്യാണം മുഴുവൻ ഞാൻ നടത്തിക്കൊടുത്തു. എത്രയാണ് ചെലവ് പറയുമ്പോൾ വലിയ 1 ലക്ഷത്തോളം വരുന്ന ചെലവ് ഒരു ഞായറാഴ്ച കൊണ്ട് അയാൾ ചെലവഴിച്ചു. അയാളുടെ പണം ചെലവഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനയില്ലെങ്കിലും താൻ സമ്പാദിച്ചതിന്റെ വേദന അയാളെങ്കിലും അറിയേണ്ടിയിരുന്നില്ലേ? ഇല്ല എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ പലരുടെയും അവസ്ഥ. എന്നാൽ ജീവിതത്തിൽ ഇത് നേടാനുള്ള മാർഗം എന്താ? നിങ്ങൾ എല്ലാ സംഭവങ്ങളും അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ വന്നിരിക്കുകയാണ്. വലിയ വലിയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരനെ തന്റെ അടുക്കൽ പിടിച്ചുവെച്ച് സഹോദരന്മാർ തിരിച്ചു വന്നിട്ട് അവര് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കാണ്, കാലു ഇന്നക്കല അന്ത യൂസുഫ്, അല്ല നീയാണോ ആ യൂസുഫ്? ആ യൂസുഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഏത് യൂസുഫ്? ഞങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയിട്ട് യൂസുഫ്, ഞങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയിട്ട് യൂസുഫ്, ഞങ്ങൾ മരിച്ചെന്ന് വിചാരിച്ച യൂസുഫ്, ആ യൂസുഫാണോ നീ? അന്ത യൂസുഫ്, അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? നിങ്ങൾ കാലു അന യൂസുഫ്, ഞാനാകുന്നു ആ യൂസുഫ്. ഇതാ ഇതെന്റെ സഹോദരനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് ഞങ്ങൾ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ മറികടന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. എന്നിട്ട് തന്റെ വിജയ ചരിത്രം എന്താണ്, താൻ വിജയിച്ചതിന്റെ രഹസ്യമെന്നിതാ യൂസുഫ് നബി പറയുന്നു. കേട്ടോളി, ജയിലിൽ കടന്നു, ഒരു വലിയ ദുരന്തത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. കിണറ്റിൽ നിന്ന് അദ്ദേഹം കരക്ക് കയറി. അതിന്റെയൊക്കെ കാരണം എന്തായാലും അദ്ദേഹത്തിന്റെ സാമർഥ്യമല്ല, ബുദ്ധിയല്ല, ശക്തിയല്ല. താൻ മന്ത്രിയായി അവരോധിക്കപ്പെട്ടത് തന്റെ സാമർഥ്യം കൊണ്ടല്ല. അദ്ദേഹം അതിനെ കണ്ട ന്യായം ആ ആയത്തിൽ തന്നെ പറയുന്നു. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ,
ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ആർ ജീവിത പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുന്നുവോ, സുഹൃതം ചെയ്യുന്നവരുടെ ഒരു സുഹൃതത്തെയും അള്ളാഹു വെറുതേക്ക് കളയില്ല. സഹോദരങ്ങളെ, സൂക്ഷ്മത ജീവിതത്തിലുണ്ടോ അള്ളാഹ് നമുക്ക് തരും. ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ ചോർച്ചുണ്ടോ എന്നത് ഒഴിവാക്കി. നമ്മുടെ ചുമരുകളിൽ, നമ്മുടെ മതിലുകളിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതില്ലേ, ആ വീട്ടിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ശമ്പളത്തിൽ, നാം ഉപയോഗിക്കുന്ന പണത്തിൽ മാലിന്യങ്ങളില്ലേ, അള്ളാഹു അവിടെ ഇടപെടും. കാരണം അള്ളാഹ്ക്ക് അതിനായിട്ടൊരു വിശേഷണമുണ്ട്. 99-1 അതാണ്. എന്താണത്? നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകമായ പരിഗണനയും അള്ളാഹുവിൽ വിശ്വാസം പ്രത്യേകം കാണിക്കുന്നവർക്ക് കാരുണ്യം കൊടുക്കാനുള്ള ഒരു നാമം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. റഹീം എന്ന് പറഞ്ഞതാണ്. റഹ്മാൻ ഉണ്ടാകുമ്പോൾ പിന്നെ റഹീം എന്നൊരു നാമം എന്തിനാണ്? തനിക്ക് പ്രത്യേകമായി കീഴ്പ്പെട്ടവർക്ക് കാരുണ്യം. അതുകൊണ്ട് ആ വിഭാഗത്തിലേക്ക് നാം മാറുമ്പോൾ അവൻ നമ്മുടെ എല്ലാ ജീവിത കാര്യങ്ങളും ഇടപെടും, അവൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആദ്യം നാം ചെയ്യേണ്ടത്, പുതിയൊരു കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കും മുമ്പ്, പുതിയൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കും മുമ്പ്, നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഭാര്യയുടെ വേഷം, നമ്മുടെ കുട്ടികളുടെ മറ്റ് നടപടിക്രമങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികവും സദാചാരപരവുമായ മര്യാദകൾ എല്ലാം ഒരു നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ്. അതില്ലാതെ നാം എവിടെ ഓടിയാലും, എത്ര കതച്ചുകൊണ്ട് ഓടിയാലും ഒരു പക്ഷേ വാരിക്കൂട്ടുന്നൊന്നും അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായിക്കോളുന്നില്ല, അതിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് ദൂരത്തേക്ക് ഓടുമ്പോൾ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അള്ളാഹുവിൽ തവക്കുലാക്കി, അവനിൽ പ്രതീക്ഷയർപ്പിച്ച് ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കി ഉള്ളതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു ജീവൻ നമുക്ക് സാധ്യമാകും. നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഇതിൽ ഈ ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാകുന്നു. ഇതൊരു ഭംഗി വാക്കായി പറയുന്ന കാര്യമല്ല സഹോദരങ്ങളെ. ഒരു പക്ഷേ ഒരു വലിയ മാറ്റം യഥാർത്ഥത്തിൽ ഈ പ്രദേശങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ മുജാഹിദ് പ്രസ്ഥാനം വളർന്നു വന്ന നാടുകളിൽ ഇതുപോലെ ഒരു ഞായറാഴ്ചയൊക്കെ ആളുകളെ വിളിച്ചു ചേർത്താൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പറഞ്ഞ് ആളുകൾ പലപ്പോഴും മാറി നിൽക്കാറാണ്. അതിന്റെ CD കാണാം, അതിന്റെ പ്രസംഗം പിന്നീട് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാറാണ് ഇത്രയും അധികം ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾ. അതും ഈ ആദർശത്തിലേക്ക് വന്നവരിലെല്ലാം ഒരു പ്രവാചകന്റെ മാതൃക, സുന്നത്തിനോടുള്ള പ്രതിബദ്ധത തങ്ങളുടെ ജീവിതത്തിലും വേഷത്തിലും മുഖത്തും കാണുന്നു എന്നതും ഈ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു സവിശേഷതയാണ്. യഥാർത്ഥ സുഹൃത്തുക്കളെ, ഈ ഒരു വലിയ, നമ്മളൊരു ചെറിയ കൂട്ടമാണെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഉൾക്കൊള്ളാത്ത ആളുകളിൽ വലിയ ഭീതിയും അതേപോലെ തന്നെ വലിയ ചിന്തകൾക്കും തിരികൊളുത്തിയിട്ടുണ്ടെന്ന് ഈ പരിസരങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടായ്മ, നേരത്തെ എൻ്റെ സുഹൃത്ത് ശുക്കൂർ സൂചിപ്പിച്ച പോലെ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഐക്യം, പിശാചിന് ഇടപെടാൻ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്പുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ, പിശാചിന് വരാൻ രണ്ടാൾ നിൽക്കുന്നതിന്റെ ചെറിയൊരു ഗ്യാപ്പ് മതി. ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിശാച് വരും. ആ പിശാച് ആദ്യം വരെ ആരെത്താന്ന് വെച്ചാൽ ഇതിൽ നേതൃത്വം നൽകുന്ന ആളുകളുടെ അടുത്താണ് ആദ്യം പിശാച് വരും. കാരണം അവരാണല്ലോ ഈ ആവേശത്തിന് മുഴുവൻ നേതൃത്വം നൽകുന്നത്. അവരുടെ മനസ്സുകൾ ഒന്നിച്ചു നിന്നാൽ എത്രയും പെട്ടെന്ന് അഗ്നി ജ്വാലകളെ പോലെ ഈ പ്രദേശം മുഴുവൻ ആദർശത്തിന് കീഴ്പ്പെടും. അതുകൊണ്ട് ഈ കൂട്ടായ്മയെ തകർക്കാനും ഈ ശക്തമായ പ്രബോധനത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. അത് യഥാർത്ഥത്തിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ സമ്മേളനം. എല്ലാവരും ഈ റമദാന് വരെ സജീവമായ പ്രവർത്തനം, റമദാൻ സംബന്ധമായ നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തിലധികം ഒരിക്കലും ഒരു രാത്രി പോലും വിശ്രമമില്ലാത്ത രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മുടെ ദഅവത്തിന്റെ വകുപ്പുണ്ടാക്കിയ ടാർഗറ്റ് പ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വീടുകളിലും, ഒരു മുസ്ലിം അമുസ്ലിം വീട്ടിലും നമ്മുടെ ഒരു ലഘുലേഖയെങ്കിലും അവരുടെ സിറ്റ് ഔട്ടിലോ വരാന്തയിലോ എത്താത്ത ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് നമ്മുടെ ദഅവത്ത് വകുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ സജീവ ശ്രദ്ധ വേണം. നമ്മുടെ ISM-ന്റെ ഒരു പ്രവർത്തകന്മാർക്ക് വേണ്ടിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നിങ്ങനെ ക്യാമ്പ് ഇല്ലെങ്കിൽ സ്വാഭാവികമായും അത് ഇന്നിവിടെ നടക്കേണ്ടിയിരുന്നു. നമ്മുടെ യുവാക്കന്മാരായ ആളുകളെ ഈ ആദർശപരമായ രംഗത്ത് സമ്മേളനത്തിനനുബന്ധിച്ച് വളരെ തികഞ്ഞ ലക്ഷ്യബോധവും അതേപോലെ തന്നെ പ്രവർത്തന രംഗത്ത് കാഴ്ചപ്പാടും നൽകുന്ന ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങിച്ചെന്നിട്ടുള്ള വളരെ പ്ലാൻ